സുപ്രീം കോടതിയിലെ അഭിഭാഷകൻ ശ്രീ എം ആർ അഭിലാഷ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ എം ആർ അഭിലാഷ്, കുറേ നിയമവശങ്ങൾ അറിയേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അറിയേണ്ടത് ലഫ്റ്റനന്റ് ഗവർണർ ഇനി എന്ത് തീരുമാനമെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. രാഷ്ട്രപതി ഭരണം വരുമോ, ഡൽഹി സർക്കാരിനെ പിരിച്ചുവിടുമോ, അങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്. ഇപ്പം അരവിന്ദ് കെജ്രിവാളും അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയൊക്കെ പറയുന്നത് ജയിലിൽ ഇരുന്ന് ഭരിക്കും. അതൊക്കെ പ്രാക്ടിക്കലി പോസിബിൾ ആണോ? ഞാൻ മാത്രമേ ഉള്ളൂ, അനുപേട്ടൻ അവിടെ കയറിയാണെങ്കിലും ഭരണ സംവിധാനം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ചുമലിലാണ്. മന്ത്രിമാരെല്ലാം അദ്ദേഹത്തിന്റെ കരങ്ങളായി വർത്തിക്കുമെങ്കിലും ഭരണ സംവിധാനം അദ്ദേഹത്തിന്റെ ചുമലിലൂടെ മാത്രമാണ് പോകുന്നത്. അതുകൊണ്ട് ജയിലിലിരുന്ന് ഭരിക്കുമെന്നതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിനപ്പുറത്ത് അതിന് പ്രായോഗികമായ വശങ്ങൾ ഉണ്ടാകുകയില്ല. ഇന്ന് സുപ്രീം കോടതി ഇടപെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം സംരക്ഷിക്കപ്പെടും. ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടതായിട്ട് വരും. എന്തുകൊണ്ട് രാജിവെക്കേണ്ടതായിട്ട് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭരണഘടന പ്രകാരം നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറിയുടെ അഡ്മിനിസ്ട്രേഷൻ ഭരണഘടന പ്രകാരം നടത്തുവാൻ കഴിഞ്ഞില്ല എങ്കിൽ അധികാരം രാഷ്ട്രപതിക്ക് ഏറ്റെടുക്കുവാൻ കഴിയും. അങ്ങനെ വരുന്ന ഒരു അവസരത്തിൽ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അധികാരം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ചെല്ലും എന്നതിനാൽ നെക്സ്റ്റ് സീനിയർ മോസ്റ്റ് ലീഡർ അല്ലെങ്കിൽ അവർ തീരുമാനിക്കുന്ന വ്യക്തി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യയാകാം അങ്ങനെ ഒരാൾ അധികാരത്തിലേക്ക് ചീഫ് മിനിസ്റ്റർ പദവിയിലേക്ക് വരിക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള പരിണാമം മാത്രമാണ്. അദ്ദേഹത്തിന് ജയിലിൽ ഇരുന്നു കൊണ്ട് ഭരിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളത് ഏതാണ്ട് തീർച്ചയാണ്. പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റാണ്. ഇപ്പൊ ഇന്ന് സുപ്രീം കോടതിയിലേക്ക് ഈ വിഷയം വരുന്നുണ്ട്. സുപ്രീം കോടതിയിലേക്കും അതോടൊപ്പം തന്നെ ഇ ഡി കസ്റ്റഡി ആവശ്യപ്പെട്ട് PMLA കോടതിയിലേക്കും പോകുന്നുണ്ട്. ഇന്ന് കോടതിയിൽ നിന്ന് വരുന്ന തീരുമാനമായിരിക്കും ഒരുപക്ഷെ വളരെ നിർണായകമാവുക. തീർച്ചയായിട്ടും ഡൽഹി ഹൈക്കോടതി അദ്ദേഹത്തിന്റെ അറസ്റ്റ് തടയുന്നതിനകത്ത് ഇടപെട്ടില്ല എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ഡൽഹി ഹൈക്കോടതി അത് കേട്ടതിന് ശേഷമാണ് അറസ്റ്റ് തടയുന്നതിൽ ഇടപെടാതെ ഇരുന്നത്. ഇനി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഹർജിയിലും അതുപോലെ തന്നെ അദ്ദേഹം സിറ്റിംഗ് മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുൻപിൽ ED എന്താണ് അദ്ദേഹത്തിനെ അറസ്റ്റിന് വിധേയനാക്കുവാൻ യുക്തമായിട്ടുള്ള തെളിവുകൾ PMLA നിയമപ്രകാരം റീസൺസ് ടു ബിലീവ്, അതായത് കള്ളപ്പണം വെളുപ്പിച്ചു എന്നത് സംബന്ധിച്ചിട്ടുള്ള വിശ്വസനീയമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അറസ്റ്റ് ചെയ്യുവാൻ കഴിയൂ. ആ കാരണങ്ങൾ സുപ്രീം കോടതിയുടെ മുൻപിൽ ഇന്നലെ സുപ്രീം കോടതിയിൽ അടിയന്തരമായി ഹർജി കേൾക്കണമെന്ന് ഇന്നലെ തന്നെ ആം ആദ്മി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതുണ്ടായില്ല. പക്ഷെ നമ്പറൊക്കെ കിട്ടിയിട്ടുണ്ട്, മെൻഷൻ നമ്പറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്ന് വളരെ പെട്ടെന്ന് ഒരു പക്ഷെ കേൾക്കുമായിരിക്കും. ഇന്ന് കഴിഞ്ഞാൽ അവധിയിലേക്ക് കൂടി പോവുകയാണ് കോടതി. ഏത് കേസാണെങ്കിലും നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഓൺലൈൻ ഫയലിംഗ് ആയതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡയറി നമ്പർ കിട്ടും. ഡയറി നമ്പർ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കോടതിയുടെ റെക്കോർഡിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. എപ്പോൾ കേൾക്കണമെന്നതിനെ സംബന്ധിച്ചാണ് കോടതിയിൽ മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ കോടതി ഉചിതമായിട്ടുള്ള ഒരു സമയം ഉച്ച കഴിഞ്ഞിട്ടോ 12:30-ക്കോ അല്ലെങ്കിൽ 3 മണിക്കോ വിശദമായി കേസ് കേൾക്കുവാൻ വേണ്ടി ഒരു സമയം കൊടുക്കുന്നുണ്ടാകും. ED അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുവാൻ യുക്തമായ കാരണങ്ങളുണ്ട് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ഭരണഘടനയുടെ 32-ാം വകുപ്പ് പ്രകാരം സീമാതീതമായിട്ടുള്ള അധികാരങ്ങളുള്ള സ്ഥാപനമാണ് സുപ്രീം കോടതി എന്നതുകൊണ്ട് കോടതിക്ക് ഇടപെടാൻ കഴിയും. അദ്ദേഹത്തിന് ഒരു വിടുതൽ കൊടുക്കുവാൻ കഴിയും. പക്ഷേ കാരണങ്ങൾ ഉണ്ടായെങ്കിൽ അത് ഒരു ഭരണഘടനാ ക്രൈസിസിലേക്ക് പോകും. കാരണം അദ്ദേഹത്തിന് ജയിലിൽ ഇരുന്നുകൊണ്ട് ഭരിക്കാൻ കഴിയില്ല. രാജി വയ്ക്കുക, മറ്റൊരാൾ അധികാരം ഏൽക്കുക എന്നൊക്കെ ഉള്ളതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു പരിണാമം മാത്രമാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ എം ആർ അഭിലാഷ് സംസാരിച്ചതിന്.